ദ ജേർണലിസ്റ്റിലേക്ക് ഇറാന് അമേരിക്കയോടും ഇസ്രായേലിനോടും പക വർദ്ധിക്കാനുള്ള കാരണം മുമ്പ് അവരുടെ സൈനിക ഉപദേഷ്ടാവായ അല്ലെങ്കിൽ അവരുടെ കമാൻഡറായ ഖാസിം സുലൈമാനിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ്. ഈ ഖാസിം സുലൈമാനിയെ കൊന്നത് ഇസ്രായേലിന്റെ സഹായത്തോടു കൂടിയാണ്, ഇസ്രായേലും അമേരിക്കയും തയ്യാറാക്കിയ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ആദ്യം മുതലേ വാർത്തകൾ വന്നിരുന്നു. ആ ഒരു പക നിലനിൽക്കുമ്പോഴാണ് ഇസ്രായേൽ ഗസയിലേക്ക് അതിരൂക്ഷമായ ആക്രമണം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ യുദ്ധം ആരംഭിക്കുന്നത്. ഇതോടുകൂടി ഇറാൻ ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഒക്കെ സഹായിക്കാൻ, അണ്ടർഗ്രൗണ്ടിലൂടെ സഹായിക്കാനായിട്ട് ഒരു പദ്ധതി തയ്യാറാക്കുകയും അവർക്ക് വേണ്ട ആയുധങ്ങളും മറ്റ് സഹായങ്ങളും നൽകുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഹമാസ് ഉൾപ്പെടെയുള്ളവർക്ക് ആയുധങ്ങളും മറ്റെല്ലാ സംവിധാനങ്ങളും ഇറാൻ നൽകിയിരുന്നു എന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഇറാനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ പലതവണ നിലപാടുകൾ പറയുകയും ചെയ്തിരുന്നു. ഇവർക്ക് പിന്തുണ നൽകുന്നത് ഇറാനാണ് എന്ന് കൃത്യമായി തന്നെ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ മുമ്പ് യുദ്ധം ആരംഭിച്ച സമയത്ത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കഴിഞ്ഞ ദിവസം ഡമാസ്കസിൽ വെച്ച് ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് കൊല്ലപ്പെടുന്നത്. ഇതിന് പിന്നാലെ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത വന്നിരിക്കുന്നു. അത് ഇറാന്റെ സെമി ഒഫീഷ്യൽ മാധ്യമം എന്ന് പറയാവുന്ന ടാൻസിം ന്യൂസ് ഏജൻസി പുറത്തുവിട്ടിട്ടുള്ള ഒരു വിവരമാണ്. ഈ ഹൂത്തികളും അമേരിക്കൻ സേനയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ചെങ്കടലിലേക്ക് ഇറാന്റെ ഒരു കപ്പൽ വരുന്നു. അത് വെറും കപ്പലല്ല, ഒരു വാർഷിപ്പാണ്, യുദ്ധക്കപ്പൽ, പടക്കപ്പലാണ്. അൽബോഴ്സ് എന്നു പേരുള്ള ഈ വാർഷിപ്പ് ബാബൽ മന്ദബിലൂടെ കടന്ന് റെഡ് സീക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ചിത്രങ്ങൾ സഹിതമാണ് ഈ വാർത്താ ഏജൻസി വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അത് ഇറാന്റെ ഏജൻസിയാണ്, അവർ തന്നെയാണ് ഇത് സ്ഥിരീകരിക്കുന്നത്. ഇറാനും ഈ ചെങ്കടലിലെ യുദ്ധത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ പുതുവർഷ പുലരിയുടെ സൂചനകൾ വെച്ചുകൊണ്ട് ഈ യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യത, രണ്ട് സാധ്യതകളാണ്. ഒന്നുകിൽ ഈ യുദ്ധം ഒരു മഹായുദ്ധം എന്ന നിലയിലേക്ക് പതിയെ പതിയെ ഘട്ടം ഘട്ടമായി വ്യാപിക്കും, അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമ്മർദ്ദമടക്കം ശക്തമാകുമ്പോൾ ഇസ്രായേലിന് പിന്മാറേണ്ടി വരും, നെതന്യാഹുവിന്റെ സ്ഥാനവും തെറിക്കും. ആ ഒരു നിലയിൽ രണ്ട് സാധ്യതകളാണ് ഇതിനുള്ളത്. അതിൽ ഇപ്പോൾ ആദ്യം ലഭിക്കുന്ന സാധ്യതകൾ, ഒന്ന്, അന്താരാഷ്ട്ര സമ്മർദ്ദം ഇസ്രായേലിന് മേൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. യുദ്ധം നിർത്താൻ വേണ്ടിയുള്ള ചർച്ചകൾ പല തവണ സജീവമാകുന്നു. അമേരിക്ക പോലും യുദ്ധം അവസാനിപ്പിക്കാതെ രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇറാൻ നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങുകയാണ് എന്ന സൂചനകൾ നൽകുന്ന വിധത്തിൽ വാർഷിപ്പുകൾ, ഇറാന്റെ യുദ്ധ കപ്പലുകൾ ചെങ്കടലിലേക്ക് കടന്നതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം എന്ന് വിളിക്കാൻ കഴിയില്ലെങ്കിലും ഇറാന്റെ സെമി ഒഫീഷ്യൽ വാർത്താ മാധ്യമം എന്ന നിലയിൽ അറിയപ്പെടുന്ന ആ ന്യൂസ് ഏജൻസി വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത്, വീഡിയോയും ചിത്രങ്ങളടക്കം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ചെങ്കടലിൽ ഹൂത്തികൾ വിളയാട്ടം നടത്തുകയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ഇസ്രായേൽ ഗസ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ ഇടപെടലുകൾ നടത്തിയത്, ഒരുപക്ഷെ ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു വലിയ പ്രശ്നമായി മാറിയത് ഹൂത്തികളുടെ ഓപ്പറേഷനിലൂടെയാണ്. ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്ക് ഇനി ഒരു ഒറ്റ കപ്പലും വിടില്ല എന്ന് പറയുകയും അതിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടത്തുകയും, ഈ കഴിഞ്ഞ ദിവസവും ഒരു കപ്പലിന് നേരെ, സിംഗപ്പൂരിൽ നിന്ന് പുറപ്പെട്ട ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തി ഒരു മിസൈൽ ആ കപ്പലിലേക്ക് വീഴിക്കുകയും, ബാലിസ്റ്റിക് മിസൈൽ ആ കപ്പലിലേക്ക് പതിപ്പിക്കുകയും ചെയ്തതോടെ ഹൂത്തികൾ എന്ന് കേട്ടാൽ പേടിക്കുന്ന വിധത്തിലായി അന്താരാഷ്ട്ര കപ്പൽ കമ്പനികൾ. കാരണം അവരെ അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ബഹുരാഷ്ട്ര സഖ്യമൊക്കെ പിന്തുണ നൽകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വഴിക്ക് പോകാൻ കഴിയില്ല എന്ന് എല്ലാ കപ്പൽ കമ്പനികൾക്കും മനസ്സിലായി. അതിനുള്ള കാരണമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഹൂത്തികൾ ആക്രമണം നടത്തിയപ്പോൾ തൊട്ടപ്പുറത്ത് അമേരിക്കയുടെ പടക്കപ്പലുകൾ പെട്രോളിങ്ങുമായിട്ട് റോന്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അതിനെ വെട്ടിച്ചിട്ടാണ് ആദ്യത്തെ മിസൈൽ ഈ കപ്പലിലേക്ക് വീഴിച്ചത്. പിന്നെ 2 മിസൈലുകൾ അയച്ചു, അത് അമേരിക്ക തടഞ്ഞു. അവരുടെ വാർഷിപ്പിൽ നിന്ന് കൗണ്ടർ അറ്റാക്ക് ഉണ്ടായി. അതിനുശേഷം ഈ ഹൂത്തികളുടെ ബോട്ടുകൾ അമേരിക്കൻ പടക്കപ്പൽ മുക്കി എന്നാണ് റിപ്പോർട്ട്. അതിൽ 10 ഹൂത്തികൾ മരിച്ചു എന്നും പറയുന്നു. എന്തായാലും അത് ഹൂത്തികളെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയല്ല. കാരണം അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഗസയിൽ യുദ്ധം നിർത്താൻ വേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോകും, മരിക്കാൻ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, മരണം ഞങ്ങൾ അങ്ങനെ ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല. അപ്പൊ മരിക്കാൻ തയ്യാറായി നടക്കുന്നവരെ മുക്കിക്കൊന്നു, അത് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് തള്ളുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം അവർ മരിക്കാൻ ഇറങ്ങിയതാണ്. പക്ഷേ ഈ ഇസ്രായേൽ സൈന്യവും അമേരിക്കൻ സൈന്യവും ഒക്കെ മരിക്കാൻ ഇറങ്ങിയവരല്ല. അവർ ഹമാസിനെ തീർക്കാനും ഹൂത്തികളെ തീർക്കാനും ഒക്കെ ഇറങ്ങിയ ആളുകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു തിരിച്ചടി കിട്ടുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരിൽ ഒരാൾ മരിക്കുന്നു എന്ന് പറയുന്നത്
ഈ ഹൂത്തികളോ ഹമാസിന്റെ ആളുകളോ മരിക്കുന്ന പോലെയല്ല. അത് അനേകം ഇരട്ടി നഷ്ടമുണ്ടാക്കുന്ന, താരതമ്യപ്പെടുത്തുമ്പോൾ അനേകം ഇരട്ടി നഷ്ടമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വെച്ചുകൊണ്ട് ചെങ്കടലിൽ ഹൂത്തികൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായതിനു പിന്നാലെ ഇറാന്റെ ഒരു വാർഷിപ്പ് ചെങ്കടലിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ആശങ്കകൾക്ക് ഇട നൽകുന്നതാണ്. ഒരു സംശയവും വേണ്ട, ഇറാൻ കളത്തിൽ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും അമേരിക്കൻ കക്ഷികൾക്കുമൊക്കെ വലിയ വിഷയമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം ഈ അടുത്ത നാളുകളിലാണ് ഇറാൻ അവരുടെ ഏറ്റവും പുതിയ മിസൈലുകളും അവരുടെ ഏറ്റവും പുതിയ ആയുധങ്ങളുമൊക്കെ ടെസ്റ്റ് റൺ നടത്തിയത്. അത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പൊ കത്യൂഷ റോക്കറ്റിന്റെയൊക്കെ പുതിയ വേർഷൻസ്, അങ്ങനെയുള്ള പുതിയ പുതിയ ആയുധങ്ങളുടെ, അത് പഴയ ആയുധങ്ങളുടെ പുതിയ അപ്ഡേറ്റഡ് വേർഷനൊക്കെ അവർ പ്രദർശിപ്പിച്ചിരുന്നു. അത് റോയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഇതെന്തിന്റെ സൂചനയാണ് എന്ന ചോദ്യം പല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉയർത്തി ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. അതായത് ഈ പുതിയ പുതിയ ഇത്തരമൊരു പശ്ചിമേഷ്യയിലെ ഒരു യുദ്ധ സാഹചര്യം നിൽക്കുമ്പോൾ ഇറാൻ എന്തിനാണ് പുതിയ ആയുധങ്ങൾ പരീക്ഷിക്കുന്നത്, പുതിയ സൂപ്പർസോണിക് മിസൈലുകൾ പരീക്ഷിക്കുന്നത്, ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന സൂപ്പർസോണിക് മിസൈലുകൾ അടക്കം പരീക്ഷിക്കുന്നത് എന്തിനാണ്? അതുപോലെ തന്നെ ഇറാന്റെ ആണവ ആയുധ ശേഖരം അങ്ങനെയൊന്നുണ്ടോ? അങ്ങനെയുള്ള പല 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 ചോദ്യങ്ങളും ഈ പശ്ചിമേഷ്യയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ ഹൂത്തികളുടെ വിഷയമുണ്ടായപ്പോൾ ചെങ്കടലിലേക്ക് ഇറാൻ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് തീർച്ചയായിട്ടും അമേരിക്കയെ വിറപ്പിക്കുക, അല്ലെങ്കിൽ അമേരിക്കയെ സമ്മർദ്ദത്തിലൂടെ ഇതിൽ നിന്ന് പിന്മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഫൈറ്റിന് ഞങ്ങൾ തയ്യാറാണ് എന്ന പ്രഖ്യാപനവുമായിരിക്കണം. എന്തായാലും ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് മെഡിറ്ററേനിയൻ കടലിൽ അമേരിക്ക ഇസ്രായേലിന് വേണ്ടി നൽകിയിരുന്ന കപ്പൽ, യുദ്ധക്കപ്പൽ USS ജെറാൾഡ്, അത് അവരുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ്. ആ കപ്പൽ പതിയെ തിരിച്ചു കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ്. അമേരിക്കയിലെ ABC ചാനലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വശത്ത് ഹൂത്തികൾ കടുപ്പിക്കുന്നു, ഹൂത്തികളുമായി ഒരു നേർക്കുനേർ ഫൈറ്റ് വരുന്നു, മറുവശത്ത് ഇറാന്റെ കപ്പൽ പ്രവേശിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. തൊട്ടു പിന്നാലെ അമേരിക്ക പിന്മാറുകയാണെന്ന് പറയുന്നു. ഇതിനപ്പുറം പിന്നെ എന്താണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇറാനൊക്കെ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ജിബ്രാൾട്ടർ കടലെടുക്ക് വരെ ഞങ്ങൾ ലോക്ക് ചെയ്യുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിസന്ധികളായിരിക്കും. ചരക്ക് നീക്കം നടക്കില്ല. ഈ പറയുന്നത് പോലെ ഈ കടലെടുക്കുകൾ വഴിയുള്ള കപ്പൽ യാത്രകൾ നിലച്ചാൽ അത് യൂറോപ്യൻ രാജ്യങ്ങൾക്കും വലിയ തിരിച്ചടിയാകും. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ കാര്യം കട്ടപ്പുകയാകും. ഇപ്പൊ തന്നെ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ, എലിയാത്ത് തുറമുഖത്തിൽ 85% പ്രവർത്തനങ്ങൾ നിലച്ചു എന്നാണ് കണക്കുകൂട്ടുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിന് സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് യുദ്ധ ചെലവെന്ന് പറയുന്നത് അതിഭീമമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വസ്തുവകകൾ എത്തുന്നത് കൂടി നിർത്തിയാൽ, അത് ഇന്ധനമായിക്കൊള്ളട്ടെ, ഭക്ഷണമായിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, ഈ യുദ്ധം ചെയ്യുന്നതിനും വലിയ തോതിൽ ഇന്ധനം ആവശ്യമുണ്ട്. അത് ഇസ്രായേൽ കുഴിച്ചെടുക്കുന്നതല്ല, അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളതിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അതും നിലച്ചാൽ, ഇതൊക്കെ അവസാനിച്ചാൽ ഇസ്രായേൽ എങ്ങനെ മുന്നോട്ട് പോകും? അതൊരു വലിയ ചോദ്യമാണ്. അത് ഇസ്രായേലിനെ മാത്രമല്ല ബാധിക്കുക, യൂറോപ്യൻ രാജ്യങ്ങളെ ബാധിക്കും, ഈജിപ്തിനെ ബാധിക്കും. അതുകൊണ്ട് ഇസ്രായേലിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. ഇറാൻ കളത്തിൽ ഇറങ്ങുകയാണ് എന്ന് നേരത്തെ തന്നെ സൂചനകൾ വന്നിരുന്നു. പ്രത്യേകിച്ചും ഇറാൻ നേരിട്ടൊരു മുന്നറിയിപ്പ് ഇസ്രായേലിന് കൊടുത്തിരുന്നു, തങ്ങളുടെ സൈനിക ഉപദേഷ്ടാവിനെ കൊന്നതിന് പിന്നാലെ. ഇപ്പതാ ഈ ചെങ്കടലിലേക്ക് ഇറാന്റെ വാർഷിപ്പുകൾ കൂടി വരുന്നു എന്നുള്ള വാർത്തയും അതിന്റെ ഏകദേശ സ്ഥിരീകരണവും പുറത്തു വന്നതോടുകൂടി കളി മാറുകയാണ് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്ന സൂചന. ഇറാനും കൂടി കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഇപ്പൊ പലരും കമന്റ് ചെയ്യും, ഇറാനെ ഇപ്പൊ തീർക്കും അമേരിക്ക, ഇപ്പോ ഇസ്രായേലും അമേരിക്കയും ഒന്നിച്ചാൽ ഇറാൻ ഭൂം എന്നൊക്കെ പറഞ്ഞ് കുറെ വിവരദോഷികൾ, വിഡ്ഢികൾ, വർഗീയത മാത്രം ഛർദ്ദിക്കാൻ അറിയുന്ന, കാരണം ഈ യുദ്ധത്തെ ഒന്നാകെ ചില വർഗീയ ആസ്പെക്റ്റിൽ മാത്രം കാണാൻ ശീലിച്ച, എന്തിനായി ലോകത്തുള്ള എന്തിനേയും വർഗീയതയിലൂടെ ഒരു പ്രത്യേക മതവിഭാഗത്തിനോടുള്ള വെറുപ്പ് കൊണ്ട് മാത്രം കാണാൻ ശീലിച്ച കുറെ കാളകൂട വിഷങ്ങളുണ്ട്, വിവരം കെട്ടവന്മാർ, വിഡ്ഢികൾ. അവര് ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇസ്രായേലും അമേരിക്കയും കൈകോർത്താൽ ഇപ്പൊ ഇറാൻ ഭൂം, മറ്റേ ഹമാസ് ഭൂം എന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റുകൾ ഇടും. ഇവരോട് പറയാനുള്ള ഒരു കാര്യം, ആദ്യം 90 ദിവസമായിട്ടും ഹമാസിനെ തീർക്കും എന്ന് പറഞ്ഞ കാര്യം തീർക്കാൻ നോക്ക്. 90 ദിവസമായല്ലോ, എന്താ ചെയ്യാൻ പറ്റിയത്? ഒന്ന് പറയാൻ പറ്റും? ഹമാസിന്റെ തലവന്മാർ ഇപ്പോഴും ഒരു കുഴപ്പവുമില്ലാതിരിക്കുക. ഹമാസ് വലിയ സംഭവമാണെന്നോ അവർ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നോ ഞാൻ ഒരിക്കലും പറയില്ല. ഹമാസിനെ 1% പോലും ഞാൻ ന്യായീകരിക്കുന്നുമില്ല. യുദ്ധത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആരെയും ന്യായീകരിക്കാത്ത ആളാണ് ഞാൻ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങളൊക്കെ ആദ്യം ഒന്ന് നടപ്പാവട്ടെ. ആ 129 ബന്ദികളെ ഒന്ന് കൊണ്ടുവന്നിട്ട് നിങ്ങൾ മിടുക്ക് കാണിക്കും. അതൊന്നുമില്ലാതെ വെറുതെ കുറെ പാവങ്ങളുടെ നെഞ്ചത്ത് ബോംബിട്ടിട്ട്
കുറേ അഭയാർത്ഥി ക്യാമ്പുകളും ആശുപത്രികളും സ്കൂളുകളും ആരാധനാലയങ്ങളും ഒക്കെ ആകാശത്ത് നിന്ന് ബോംബിട്ട് പൊട്ടിച്ച്, കരയുദ്ധത്തിന് പോയവരൊക്കെ പെട്ടി കയറി മടങ്ങാം. അപ്പോൾ ആകാശയുദ്ധത്തിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം, അത് ഭീരുത്വമാണ്, അത് ആർക്കും പറ്റുന്ന കാര്യവുമാണ്. അല്ലാതെ നേർക്കുനേർ ഫൈറ്റ് ചെയ്ത് ഹമാസിനെയൊക്കെ തോൽപ്പിച്ച് ഈ പറയുന്ന ബന്ദികളെയൊക്കെ തിരിച്ചെടുത്തിട്ട് നിങ്ങൾ പറ ഇസ്രായേൽ വലിയ സംഭവമാണെന്ന് അംഗീകരിക്കാം. ഇപ്പൊ എന്തായാലും ലോകം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ അമേരിക്ക ഹൂത്തികളോട് എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് നമുക്കറിയാമല്ലോ. എത്ര നാളെടുത്തു അവിടെ ഒരു പടക്കപ്പൽ ഇറങ്ങാൻ, ഹൂത്തികൾക്കെതിരെ ഒരു പ്രഖ്യാപനം നടത്താനെന്നൊക്കെ നമ്മൾ കണ്ടു. അതിന്റെ അനന്തരഫലം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മൊത്തം ചരക്ക് സ്തംഭിച്ചു കിടക്കുക ചെങ്കടലിൽ. അമേരിക്ക ഇസ്രായേലൊക്കെ അത്ര വലിയ ശക്തികളാണെങ്കിൽ അതിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാവട്ടെ. എന്തായാലും ഇറാനും കളത്തിൽ ഇറങ്ങുന്നു എന്ന സൂചനകൾ പ്രകടമാകുമ്പോൾ ലോകം ആശങ്കയിലാണ്. യുദ്ധം വ്യാപിക്കുമോ എന്ന ഭീതി നിലനിൽക്കുന്നു. യുദ്ധം വ്യാപിച്ചാൽ അതെല്ലാവരെയും ബാധിക്കും. യുദ്ധം എത്രയും വേഗം അവസാനിക്കട്ടെ. ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറട്ടെ. പലസ്തീൻ സ്വതന്ത്രമാകട്ടെ. സമാധാനത്തോടുകൂടി ഈ ലോകക്രമം മുന്നോട്ട് പോകട്ടെ. അതാണ് പറയാനുള്ളത്.